അച്ഛൻ്റെ കരുതലോടെ സ്കൂട്ടറിൽ യാത്ര ചെയ്തിരുന്ന 4 വയസ്സുകാരൻ. എന്നാൽ ഒരൊറ്റ നിമിഷം കൊണ്ട് എല്ലാം മാറിപ്പോയി. കണ്ണിലെ കൃഷ്ണമണി പോലെ ജിഷ്ണുവും ബബിതയും വളർത്തിക്കൊണ്ടുവന്ന 4 വയസ്സുകാരൻ അൻവിതിന് ജീവൻ പൊലിഞ്ഞുവെന്ന വാർത്ത ഞെട്ടലോടെയാണ് നാട്ടുകാർ മുഴുവൻ അറിഞ്ഞത്. ആ മരണവാർത്ത അറിയുന്നതിന് മിനിറ്റുകൾക്ക് മുമ്പ് അച്ഛനൊപ്പം സ്കൂട്ടറിലിരുന്ന് വഴിയിൽ കണ്ടവർക്കെല്ലാം ടാറ്റ പറഞ്ഞ് ചിരിച്ചു കളിച്ച് അവൻ പോയത് മരണത്തിലേക്കായിരുന്നുവെന്ന് ആർക്കും വിശ്വസിക്കുവാനായില്ല. മരണമെത്തുവാൻ നിമിഷങ്ങൾ മാത്രം മതിയെന്ന സത്യം ഒരിക്കൽ കൂടി പ്രിയപ്പെട്ടവരെയെല്ലാം ബോധ്യപ്പെടുത്തുന്ന നിമിഷങ്ങളായിരുന്നു അതെല്ലാം. കഴിഞ്ഞ ദിവസം ചേർത്തലയിലുണ്ടായ വാഹനാപകടത്തിലാണ് അൻവിത് എന്ന 4 വയസ്സുകാരന് ജീവൻ നഷ്ടമായത്. കഴിഞ്ഞ ദിവസം മാക്കേക്കടവിൽ വെച്ചാണ് ദാരുണമായ ഈ അപകടം സംഭവിച്ചതും. ചേർത്തല പള്ളിപ്പുറം സ്വദേശികളായ ജിഷ്ണുവിൻ്റെയും ബബിതയുടെയും പ്രിയപ്പെട്ട മകനായിരുന്നു അൻവിത്. അവരുടെ ലോകം തന്നെയായിരുന്നു ആ 4 വയസ്സുകാരൻ. എന്നാൽ അച്ഛനൊപ്പം സ്കൂട്ടറിൽ സഞ്ചരിക്കവെയാണ് അൻവിതിനെ മരണം തേടിയെത്തിയത്. മാക്കേക്കടവിൽ വെച്ചുണ്ടായ അപകടത്തിൽ അച്ഛനൊപ്പം സ്കൂട്ടറിൽ പോകുമ്പോൾ എതിർദിശയിൽ നിന്നെത്തിയ ഓട്ടോറിക്ഷ സ്കൂട്ടറിൽ ഇടിക്കുകയായിരുന്നു. ഗുരുതരമായി പരിക്കേറ്റ കുഞ്ഞിനെ ഉടൻ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ തിരികെ പിടിക്കാനായില്ല. ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങളും സന്തോഷവും ഒറ്റ നിമിഷത്തിൽ തകർന്നു വീഴുകയായിരുന്നു അവിടെ. ഒരു പിഞ്ചു ജീവൻ കൂടി റോഡ് അപകടത്തിൽ പൊലിഞ്ഞത് നാട്ടുകാരെ മുഴുവൻ കണ്ണീരിലാഴ്ത്തുകയും ചെയ്തു. ഇനി അവൻ ഓർമ്മകളിൽ മാത്രമേ ഉള്ളൂവെന്ന സത്യം ഉൾക്കൊള്ളുവാൻ ഇനിയും പ്രിയപ്പെട്ടവർക്ക് കഴിഞ്ഞിട്ടില്ല. ദൈവമേ, ഇങ്ങനെ പിഞ്ചു ജീവനുകളെ ഇങ്ങനെ ഇനിയും പരീക്ഷിക്കരുതേ എന്നു മാത്രമാണ് നാട്ടുകാരുടെയും പ്രിയപ്പെട്ടവരുടെയും എല്ലാം ഏക പ്രാർത്ഥന. എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ വെച്ചാണ് അൻവിത് മരണത്തിനു കീഴടങ്ങിയത്. അൻവിതിന്റെ സഹോദരി അദ്വികയാണ്. അൻവിതും അദ്വികയും അടങ്ങുന്ന 4 കുടുംബമായിരുന്നു ജിഷ്ണുവിന്റെയും ബബിതയുടെയും സ്വർഗം തന്നെ. റോഡ് അപകടത്തിൽ ഒരു പിഞ്ചു ജീവൻ കൂടി പൊലിഞ്ഞത് പ്രദേശത്ത് വളരെയധികം ദുഃഖം പരത്തിയിട്ടുണ്ട്. ഒരു പിഞ്ചു ചിരി കൂടി റോഡിലെ അശ്രദ്ധ കവർന്നെടുത്തുവെന്ന സത്യം ഉൾക്കൊള്ളുവാൻ ആർക്കും കഴിഞ്ഞിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. റോഡിലെ ഓരോ അശ്രദ്ധയും കവരുന്നത് ഇതുപോലെയുള്ള എത്രയെത്ര നിരപരാധികളുടെ സ്വപ്നങ്ങളും കുടുംബങ്ങളുടെ പ്രതീക്ഷകളുമാണ്. ഇനിയും ഒരു കുഞ്ഞിനും ഇങ്ങനെയൊരു ഗതി വരാതിരിക്കട്ടെ. യാത്രകൾ എപ്പോഴും സുരക്ഷിതമാവട്ടെ എന്നാണ് ജിഷ്ണുവിന്റെയും ബബിതയുടെയും കുടുംബത്തിന്റെയും നോവിനൊപ്പം പങ്കുചേർന്ന് ഇപ്പോൾ ആ മരണവാർത്ത അറിഞ്ഞവരെല്ലാം പ്രാർത്ഥിക്കുന്നത്. സിനിമ, ഫാഷൻ, ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ. ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽ ബട്ടണും അമർത്തുക.